പ്രിയമുള്ളവരെ, ചരിത്രം അങ്ങനെയാണ്. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന് ചരിത്രം ലോകത്തെ AD എന്നും BC എന്നും തിരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് തൊട്ടു മുമ്പ് തന്നെ മഹാന്മാരായ ഒരുപാട് ചിന്തകന്മാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. സോക്രട്ടീസും അരിസ്റ്റോട്ടലും പ്ലാറ്റോയും ബുദ്ധനും ഒക്കെ തന്നെ. പക്ഷേ ചരിത്രം പറയുമ്പോൾ ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന് നാം പൊതുവെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറയും. മലയാള സിനിമയ്ക്കും അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മലയാള സിനിമയുടെ എൻ്റെ സിനിമാ വിശ്വാസം, എൻ്റെ ഒരു ആശംസാ പ്രസംഗത്തിന് എന്നെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സിനിമാ വിശ്വാസം സിനിമ കഥയുടെ വിഷ്വലൈസേഷൻ അപ്പുറത്ത് കഥയുടെ വിഷ്വലൈസേഷൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ ദൃശ്യഭംഗിയുടെ കലയാണ് എന്ന്. മലയാളത്തിൽ ശ്രീ ലാൽ ജോസിന് മുമ്പ് തന്നെ പലരും അത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് ശ്രീ ലാൽ ജോസ് ആണെന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടെ, സ്നേഹത്തോടെ ഈ വേദിയിൽ വെച്ച് പറയാൻ എനിക്കിഷ്ടമാണ്. ആ ലാൽ ജോസിനെ പോലുള്ള ഒരു മഹാനായ കലാകാരനെ, അങ്ങേയറ്റ ആദരവുള്ള ഒരു കലാകാരനെ, ഏറ്റവും കൂടുതൽ ദൂരേക്ക് നോക്കുന്ന, നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ ദൂരേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും എന്നുള്ളത്. ഒരുപാട് ദൂരെ പോയി കാഴ്ചകൾ കണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബഹറിലെത്തിയിട്ടുള്ളത്. ആ കാഴ്ച അനുഭവങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും സമയത്തിൻ്റെ പരിമിതി മൂലമായിരിക്കാം അദ്ദേഹം അത് പറയാതിരുന്നത്. അപ്പോൾ ദൂരേക്ക് നോക്കുകയും കാഴ്ചകൾ കാണുകയും ആ കാഴ്ചകൾ സിനിമയിലും ജീവിതത്തിലും വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനായ കലാകാരൻ ഏറ്റവും വലിയ ഒരു വേദി, ഏറ്റവും ഉത്തമമായ ഒരു സദസ്സിൽ, ഏറ്റവും ഉത്തമമായ ഒരു കലാകാരൻ്റെ, ഒരു സുഹൃത്തിൻ്റെ കവിതയുടെ 25ാം വാർഷിക വേളയിൽ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തീർച്ചയായും മഹത്തരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം നമുക്കറിയാം, ഒരു നീണ്ട പ്രസംഗവും നീണ്ട ചിന്തയും എനിക്ക് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. നമുക്കറിയാം എഴുത്തച്ഛനെക്കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും അതുപോലെ തന്നെ ആശാനെക്കുറിച്ചും ഒക്കെ തന്നെ അതൊരു ചരിത്രമാണ്. വൈലോപ്പിള്ളിയെക്കുറിച്ചും P. കുഞ്ഞിരാമൻ നായരെക്കുറിച്ചും ഒക്കെ അതൊരു വലിയ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുന്നതിന് പകരം മലയാള സിനിമ ഗാനങ്ങളുടെ ചരിത്രവും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന 2-3 പേരുകളുണ്ട്. P. ഭാസ്കരൻ, വയലാർ, ONB, പിന്നെ കുറച്ചും കൂടി ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി. അങ്ങനെ പറയുമ്പോൾ അവരുടെ കൂടെ നമ്മൾ പറയും കവി വയലാർ, കവി P. ഭാസ്കരൻ, കവി ഗിരീഷ് പുത്തഞ്ചേരി. അങ്ങനെ മലയാള ഗാനശാഖ ചരിത്രത്തിൽ കവി എന്ന കൂടി എഴുതി ചേർത്തുകൊണ്ട് ഗാനരചയിതാവ് എന്നതിനപ്പുറം കവിയും, കവിതയ്ക്ക് അർത്ഥമുണ്ടെന്നും കവിതയ്ക്ക് രംഗഭാഷ വേണമെന്നും കവിതയ്ക്ക് സാമൂഹ്യ പ്രസക്തി ഉണ്ടെന്നും കവിത നാളെയിലേക്കുള്ള സമൂഹത്തെ നയിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയാണെന്നും കവിത എഴുതുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ടെന്നും ആ ഉദ്ദേശത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ കവിതയും സാഹിത്യവും സാഹിത്യകൃതികളും നിലനിൽക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൻ്റെ സാഹിത്യ സൃഷ്ടിയിൽ നിരന്തരമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഉത്തമനായ ഒരു കലാകാരൻ്റെ കവിതയുടെ 25ാം വാർഷികത്തിൻ്റെ ഈ ആഘോഷവേളയിൽ അങ്ങേയറ്റത്തെ വിനയത്തോടെ, സ്നേഹത്തോടെ അദ്ദേഹത്തിനോട് എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം എൻ്റെയും ശ്രീ എബ്രഹാം സാമുവലിൻ്റെയും ശ്രീ ഉണ്ണികൃഷ്ണൻ്റെയും കമ്പനിയായ ബിഗ് ഫേസിൻ്റെ കഴിഞ്ഞ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളുടെ, അതോടൊപ്പം അതിനു മുമ്പുള്ള പ്രോഗ്രാമുകളുടെ ഒക്കെ തന്നെ വളരെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ബ്ലസൻ ജോയി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാമാണിത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഷാൽബിനും ശ്രീ പവിത്രനും ശ്രീ സതീഷും ശ്രീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനന്തും ഒക്കെ നടത്തുന്ന ഈ വലിയ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസയും നേരുന്നു. അതോടൊപ്പം മലയാള കവിതയും മലയാള സിനിമയും ഈ കൈകളിൽ ഭദ്രമാണെന്ന വിശ്വാസവും എനിക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അത് നാളെയിലേക്ക് കൂടുതൽ ഉയരത്തിലേക്ക്, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ സ്നേഹത്തോടെ പറക്കട്ടെ എന്നും ഉയരട്ടെ എന്നും ചിരിക്കട്ടെ എന്നും സന്തോഷിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.